നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. UDF സർക്കാർ അധികാരത്തിലെത്തിയ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല ഏറ്റെടുക്കുന്നു. പിന്നീട് കേരളം കാണുന്നത് ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു മെഗാ പദ്ധതി. ഓപ്പറേഷൻ തൂഫാൻ്റെ തുടക്കം ഗംഭീരമായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് സേന ഇറങ്ങി പ്രവർത്തിച്ചു. നിരവധി ലഹരി കേസുകൾ, നിരവധി അറസ്റ്റുകൾ, പെരുമ്പാവൂരിലടക്കം വലിയ പ്രകമ്പനമാണ് കേരള പോലീസ് സൃഷ്ടിച്ചത്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പെരുമ്പാവൂരിലേക്ക് പാഞ്ഞു ചെന്നു. അവിടെയുള്ള നോർത്ത് ഇന്ത്യൻ തൊഴിലാളികൾക്ക് മുന്നിൽ രമേശ് ചെന്നിത്തല ഹിന്ദിയിൽ പ്രസംഗിച്ചു. ഇത് തൻ്റെ അവസാന മുന്നറിയിപ്പാണ്. കേരളത്തിൻ്റെ മണ്ണിൽ ഇനി ലഹരി വിതയ്ക്കരുത് എന്നതായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഒന്നും രണ്ടുമല്ല, 6000-ത്തിലധികം കേസുകളാണ് ഈ കഴിഞ്ഞ 42 ദിവസങ്ങൾക്കുള്ളിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്ക് പൂർണ്ണമായി തടയണമെങ്കിൽ തമിഴ്നാടും കർണാടകയും ഒരുമിക്കണം. കേരളവും കർണാടകയും തമിഴ്നാടും ഒരുമിച്ച് നിന്നാൽ ഈ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി ഒഴുകില്ല. കൊച്ചിയിലടക്കം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ലഹരി ഒഴുകുന്നത് ബംഗളൂരുവിൽ നിന്ന്. നിരവധി യുവതീ-യുവാക്കളാണ് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരിക്കടത്തിൻ്റെ കരിയർമാരായി പ്രവർത്തിക്കുന്നത്. താഴെത്തട്ടിലുള്ള ഈ കണ്ണികളുടെ വേരിറക്കാൻ തുടക്കത്തിൽ തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞു. എന്നാൽ വലിയ വിതരണക്കാരും ലഹരി ഇടപാടുകളുടെ മാഫിയ തലവന്മാരുമൊക്കെ സ്വൈര്യമായി വിഹരിച്ചു. അവരെ തേടിയാണ് ഇപ്പോൾ കേരള ആഭ്യന്തരമന്ത്രിയുടെ യാത്ര. ഇന്ന് തമിഴ്നാട്ടിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയെ നേരിട്ട് സന്ദർശിച്ചു രമേശ് ചെന്നിത്തല. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായ അന്ന് മുതൽ കേരളത്തിലെ ജനം വിജയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വിജയ് കേരളം സന്ദർശിക്കുമെന്നും കേരളത്തിലെ സമൂഹത്തോട് സംവദിക്കുമെന്നും കേരള ജനത ആഗ്രഹിക്കുന്നതിനിടയിലാണ് ഇന്ന് രമേശ് ചെന്നിത്തല ആ വലിയ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. വിജയ് കേരളത്തിലെത്തുന്നു. കൊച്ചിയിൽ മോഹൻലാലിനൊപ്പം വിജയും എത്തുമെന്നാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതെ, വിജയ് കൊച്ചിയിലെത്തും. മോഹൻലാലിനൊപ്പം പറയും നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. കേരളത്തിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ സഹകരണം തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് വാഗ്ദാനം ചെയ്തുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നു. ഇന്ന് ചെന്നൈയിലെത്തി രമേശ് ചെന്നിത്തല വിജയുമായി നടത്തിയ കൂടിക്കാഴ്ച പരിപൂർണ വിജയം. കേരള തമിഴ്നാട് അതിർത്തിയിൽ കൂടുതൽ ജാഗ്രതയോടെ തമിഴ്നാട് പോലീസിനെ വിന്യസിക്കുമെന്ന് വിജയ് പറഞ്ഞു. ചർച്ച അരമണിക്കൂറിലേറെ നീണ്ടുവെന്നും ഓപ്പറേഷൻ തൂഫാനിൽ തമിഴ്നാട് പൂർണ്ണമായി സഹകരിക്കുമെന്നും വിജയ് രമേശ് ചെന്നിത്തലയ്ക്ക് വാക്കുകൊടുത്തു. ഇതിന്റെ ഭാഗമായാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ പരിശോധന കടുപ്പിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ് സംവിധാനങ്ങൾ ലഹരി മാഫിയയെ തകർക്കാൻ കൈകോർക്കുമെന്നും വിജയ് പറഞ്ഞു. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ്റെ ബ്രാൻഡ് അംബാസിഡർ നടൻ മോഹൻലാലാണ്. വിജയും മോഹൻലാലും ഒരുമിച്ച് ജില്ല എന്ന സിനിമയിൽ അഭിനയിച്ച കാര്യവും രമേശ് ചെന്നിത്തല ഓർമ്മപ്പെടുത്തുന്നു. മോഹൻലാലിനൊപ്പം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വിജയിയെ ചെന്നിത്തല ക്ഷണിച്ചു. പരിപാടിയിൽ പങ്കെടുക്കാനുള്ള താൽപ്പര്യം വിജയ് പ്രകടിപ്പിച്ചു എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. മോഹൻലാലും വിജയും ചേർന്ന് അഭിനയിച്ച ജില്ല എന്ന സിനിമയുടെ പേരും വാർത്താ സമ്മേളനത്തിൽ ചെന്നിത്തല പരാമർശിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് കേരളത്തിലെത്തുന്നത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് വിജയത്തിൻ്റെ മറ്റൊരു പൊൻതൂവൽ. ഈ UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ഓപ്പറേഷൻ തൂഫാൻ തന്നെയായിരുന്നു ഏറ്റവും വലിയ വിജയാരവം മുഴക്കുന്ന പദ്ധതിയും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ കേരളം അകപ്പെട്ട ലഹരി മാഫിയക്കെടിയിൽ നിന്ന് യുവസമൂഹത്തെ രക്ഷിക്കാനായി ഇറങ്ങിത്തിരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നിലയ്ക്കാത്ത കയ്യടികളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭരണപരിചയം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തൂഫാൻ പോലൊരു പദ്ധതി പരിപൂർണ വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ ഒറ്റപ്പെട്ട ചില വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പദ്ധതിക്കെതിരെയും ഉയരുന്നു. എന്തുകൊണ്ടാണ് ലഹരി മാഫിയ തലവന്മാരിലേക്ക് അന്വേഷണം എത്താത്തത്? എന്തുകൊണ്ടാണ് താഴെത്തട്ടിലുള്ള കണ്ണുകൾക്കപ്പുറം വൻതോക്കുകളെ വേട്ടയാടി വീഴ്ത്താത്തത്? കൊച്ചിയിലടക്കം പല വൻമരങ്ങളും ലഹരി കായ്ക്കുന്ന മരങ്ങളായി ഇപ്പോഴും വളർന്ന് വിലസി നിൽക്കുന്നു. അവരുടെ കടയ്ക്കൽ കത്തിവെക്കണമെന്നാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്ക് കുറഞ്ഞാൽ കേരളത്തിലെ ലഹരി കച്ചവടം നിൽക്കും എന്നതാണ് വാസ്തവം.
ലഹരിക്കെതിരെ പോരാടാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് 42 ദിവസങ്ങൾ പിന്നിടുന്നു. ജനങ്ങൾ ഏറ്റെടുത്ത ഒരു വലിയ പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ മാറി എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ്റെ മധ്യ തിരുവിതാംകൂർ മേഖലാതല ഉദ്ഘാടനവും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള നിലപാട് കർക്കശമാക്കുന്ന HR പോളിസി നടപ്പാക്കുന്നതിൻ്റെ ഉദ്ഘാടനവും കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ നടത്തുമ്പോഴാണ് രമേശ് ചെന്നിത്തല ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. കേരളത്തിലെ അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തൂഫാൻ്റെ ഏറ്റവും വലിയ പ്രചാരകരെന്ന് ആഭ്യന്തരമന്ത്രി. അതിർത്തി കടന്നു വരുന്ന ലഹരിയെ തടയാൻ സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഒരുമിച്ച് കൈകോർക്കുന്ന ആവേശകരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ ഇക്കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നേരിട്ട് സന്ദർശിച്ച് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. കർണാടകയുടെ പൂർണ്ണ സഹകരണം DK ശിവകുമാർ വാഗ്ദാനം ചെയ്തു. 6000-ലധികം കേസുകളാണ് ഇതിനകം കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത്ര തന്നെ ആളുകളെ അറസ്റ്റ് ചെയ്തു. കേസുകളെടുത്ത് ജയിൽ നിറയ്ക്കുകയല്ല തൻ്റെ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. വഴിതെറ്റിപ്പോയവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ലഹരി ഉപയോഗിച്ച് വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള തൂഫാൻ കെയർ ഓപ്പറേഷൻ തൂഫാൻ്റെ മറ്റൊരു പദ്ധതിയാണ്. ഇതിനായി സംസ്ഥാനത്തെ 35 പ്രമുഖ ആശുപത്രികളുമായി സർക്കാർ കൈകോർത്തു. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ആശ്വാസകരമായ ഒരു ക്യാമ്പയിനായി ഓപ്പറേഷൻ തൂഫാൻ ഇതിനകം മാറി. അന്തർ സംസ്ഥാന ലഹരി മാഫിയയെ നേരിടാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കൂടി അണിനിരത്തും എന്ന രമേശ് ചെന്നിത്തലയുടെ നിശ്ചയദാർഢ്യമാണ് ഒടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് സി വിജിയെ നേരിട്ട് കാണുന്നതിലെത്തിച്ചത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായാണ് താൻ കൊച്ചിയിലെത്തുന്നത് എന്ന് വിജയ് പറഞ്ഞു. ലഹരി മാഫിയയുടെ കഴുത്തിന് പിടിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ തൂഫാൻ ഓരോ ദിവസങ്ങളിലൂടെയും കടന്നുപോകുന്നത്. ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പെരുമ്പാവൂരിന് പ്രത്യേക പോലീസ് സേനയുണ്ടാകും എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഇനി കാണാൻ പോകുന്നത് നാർക്കോ ഹണ്ടിൻ്റെ പുതിയ അധ്യായമായിരിക്കും. ഇക്കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: പെരുമ്പാവൂരിൽ തൂഫാൻ ജാഗരൺ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ജനപ്രതിനിധികളും നാട്ടുകാരും പോലീസ് സേനാംഗങ്ങളും ഒരേ വിഷയം ചൂണ്ടിക്കാട്ടി. പെരുമ്പാവൂരിനെ നാർക്കോ ഹണ്ട് ഫലപ്രദമാക്കാൻ നിശ്ചയമായും ചെയ്യേണ്ട കാര്യമെന്ന നിലയിലാണ് എനിക്കത് ബോധ്യപ്പെട്ടത്. അതിഥി തൊഴിലാളികളും തദ്ദേശവാസികളും ചേർന്ന പെരുമ്പാവൂരിലെ ജനസംഖ്യയുടെ വലിപ്പം ഒരു പോലീസ് സ്റ്റേഷനിലെ നിശ്ചിത സേനയ്ക്ക് കൈകാര്യം ചെയ്യാവുന്നതിലും വലുതാണ്. ദൈനംദിന സേവനങ്ങൾക്ക് പുറമെയാണ് പെരുമ്പാവൂരിലെ പോലീസ് സേന നമ്മുടെയെല്ലാം അഭിനന്ദനം ഏറ്റുവാങ്ങുന്ന തൂഫാൻ നാർക്കോ ഹണ്ടുകൾ നടത്തുന്നത്. പെരുമ്പാവൂരിലെ ലഹരി മാഫിയയുടെ വേരിറക്കാൻ പോലീസ് സേനയുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ആഭ്യന്തര വകുപ്പ് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കുന്നു. പെരുമ്പാവൂരിലെ തൂഫാൻ ജാഗരണിൽ വെച്ച് ഈ നാടിന് നൽകിയ ഉറപ്പ് പാലിക്കുന്നു. പെരുമ്പാവൂരിനൊരു പ്ലാറ്റൂൺ പോലീസിനെ പ്രത്യേകമായി നൽകുകയാണ്. നാർക്കോ ഹണ്ടിൻ്റെ പുതിയ അധ്യായമാകും ഇനി പെരുമ്പാവൂർ കാണാൻ പോകുന്നത്. നാർക്കോ മാഫിയയുടെ വേരിറക്കാനും മരണവ്യാപാരത്തിന് അന്ത്യം കുറിക്കാനും കൂടുതൽ കരുത്ത് പെരുമ്പാവൂരിന് നൽകുകയാണ്. ലഹരിമുക്ത പെരുമ്പാവൂർ, ലഹരിമുക്ത കേരളം സാധ്യമായിരിക്കും. ഇതെൻ്റെ ഉറപ്പ്, കേരള സർക്കാരിൻ്റെയും. ശക്തമായ കാഴ്ചപ്പാട്, അതാണ് ഓപ്പറേഷൻ തൂഫാനെ വ്യത്യസ്തമാക്കുന്നത്. രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും ഈ പദ്ധതിയിലൂടെ. ഇതുതന്നെയാണ് UDF സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പൊൻതൂവലും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.